പി.സി. ജോർജിന്റെ വായിൽ നിന്നും നല്ലതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഏതായാലും കേരളത്തിലെ സുരേന്ദ്രന് പറ്റിയ കൂട്ട് തന്നെ. ബി.ജെ.പിയെ സുഖിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്നതാണ് പി.സിയുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി. അത് തെറിയെങ്കിൽ തെറി. കഴിഞ്ഞ ദിവസം നടന്നതും അതുതന്നെയാണല്ലോ. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെ നാണം കെട്ടവനെന്നാണ് പി.സി. ജോർജ് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. സംസ്ഥാന ബജറ്റിൽ റബ്ബർ കർഷകർക്കുള്ള തറവില 10 രൂപ മാത്രം വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു പി.സി. ജോർജ് രംഗത്തെത്തിയത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് അടൂരിൽ നൽകിയ സ്വീകരണത്തിലാണ് ധനമന്ത്രിയെ പി.സി. ജോർജ് വളരെ മോശമായി അധിക്ഷേപിച്ചത്. നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: കാശ് തന്നാൽ എ ബജറ്റ്, കാശ് തന്നില്ലേ ബി ബജറ്റ് എന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്തൊരു നാണം കെട്ടവനാണ് ആ മന്ത്രി. കെ.എം. മാണിയുടെ കാലത്ത് റബ്ബർ കർഷകന് 1 കിലോ റബ്ബറിന് 170 രൂപ തറവില പ്രഖ്യാപിച്ചിരുന്നു. ഈ ബജറ്റിൽ ഈ മന്ത്രി 10 രൂപയാണ് കൂട്ടിയത്. നാണം കെട്ടവൻ. 250 രൂപ തരുമെന്ന് പ്രകടന പത്രികയിൽ എഴുതിവെച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് 2.5 വർഷം കഴിഞ്ഞപ്പോൾ 10 രൂപ കൊടുത്തേക്കാമെന്ന്. അതാണ് അത് വീട്ടിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞതെന്ന് പി.സി. മന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പി. ഔദ്യോഗിക ലയനം 13-ന് തിരുവനന്തപുരത്ത് നടക്കും. അതിന്റെ ആദ്യത്തെ വെടിവഴിപാടാണ് നേരത്തെ പറഞ്ഞ ഈ തെറിവിളി. പാർട്ടിയിലേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കുക എന്ന ദൗത്യമാണ് തന്നെ ബി.ജെ.പി. ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ബി.ജെ.പിയിലേക്ക് കൂറുമാറിയ ഉടനെ പി.സി. ജോർജ് പറഞ്ഞത്. താൻ ബി.ജെ.പിയിൽ ചേർന്നതുകൊണ്ട് അരമനയിലെ വോട്ടെല്ലാം ബി.ജെ.പിക്ക് കിട്ടുമെന്ന് പറയാൻ മാത്രം മഠയനല്ല താനെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. 2 മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്ന് പി.സി. പറയുകയുണ്ടായി. ജനപക്ഷം എന്ന സ്വന്തം പാർട്ടി ബി.ജെ.പിയിൽ ലയിപ്പിച്ചുകൊണ്ടാണ് പി.സി. ജോർജിന്റെ ബി.ജെ.പി. പ്രവേശനം. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജും ബി.ജെ.പിയിൽ എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പി.സി. ജോർജിന് അംഗത്വം നൽകി സ്വീകരിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പിക്കായി മത്സരിക്കാനുള്ള സാധ്യത ശക്തമാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങളെ പി.സി. ജോർജിന്റെ പ്രവേശനം തുറന്നു കാട്ടുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന സൂചനകളാണ് പി.സി. ജോർജ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട അല്ലാതെ മറ്റൊരു മണ്ഡലം തന്റെ പരിഗണനയിലില്ലെന്നാണ് പി.സി. ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വന്തം ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ട വിട്ട് മറ്റൊരിടത്തും താൻ മത്സരിക്കില്ലെന്ന വാശിയിലാണ് പി.സി. ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ പി.സി. ജോർജ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇതിനോട് പ്രതികരിക്കവെയാണ് പത്തനംതിട്ട മണ്ഡലമാണ് താൻ പരിഗണിക്കുന്നതെന്ന കാര്യം പി.സി. ജോർജ് അറിയിച്ചത്. ഏതായാലും പി.സി. ചോദിക്കുന്ന മണ്ഡലം തന്നെ ബി.ജെ.പി. തീരെഴുതി കൊടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.